ഭംഗിയാണ്. യോ താങ്ക് യു ബ്രോ, താങ്ക് യു. അവിടെ ഇതിന് പ്രത്യേക ഭാഗ്യമുണ്ട്. ഇതിട്ട കളിയെല്ലാം ഞാൻ കുടിലം പോലത്തെ കിൽസ് അടിച്ചിന്. കാര്യം പുകമിട്ടുണ്ടായിരുന്നോ? തോറ്റു കഴിഞ്ഞാൽ അവര് വെട്ടിക്കൂട്ടി പുകയ്ക്കും നമ്മളെ. അടിപൊളിയായിരുന്നു. ഒരുത്ത തുണി നോക്കി കാണിച്ചു. ബിഗ് ബോസിൽ നമ്മുടെ രാജാവ് പോണം. എല്ലാവരും ഒട്ടി, കൂടുതലൊട്ടും രാജാവിനെ ആയിരിക്കും. എന്റെ നാട്ടുകാരുടെ സ്നേഹം കണ്ട എല്ലാ ഒട്ടും എനിക്കായിരിക്കും. വേറെ ഒന്നല്ല, 100 ദിവസം സഹിക്കണ്ടല്ലോ ഈ മണ്ടനെ. അത് ശരിയാ. പണ്ടാലും ഞാൻ മഴ മണ്ടില്ല, റെയിൻകോട്ട് പോലും എടുത്തില്ലല്ലോ. ഇപ്പൊ രസമില്ലല്ലോ, പണ്ട് നല്ലായിരുന്നല്ലോ. ഇപ്പൊ രസമില്ലല്ലോ. വേറെ ആടാ രക്ഷകൻ. ഞാൻ ഇട്ടിട്ട് പോലുമില്ല ഡ്രസ്. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ വഴി പിഴച്ചു പോയോ. എത്തി ആരും പേടിക്കണ്ട, അവൻ പോയിട്ടുണ്ട്. ഫുള്ള് തീയാലോ. എന്റെ എല്ലാവരും ശാന്തനാബ്. എന്നാ പോ, ആ തീയിട്ട് കയറി കൊടുക്കില്ലേ. വെള്ളമില്ലല്ലോ. 240 രൂപയ്ക്ക് വാങ്ങിയ ഡ്രസ്സായിരുന്നു രണ്ടെണ്ണം. അയ്യോ, അത് കത്തിപ്പോയി. എല്ലാവരും മാറി. എന്റെ അമ്മ പണ്ടത്തെ ഇവന്റെ എല്ലാം കണ്ട ചിരിച്ചാടിപ്പൊ നിങ്ങനാ. അയ്യാ പോവാടെ ഇവന്റെ അവിടെ പണ്ടത്തെ കണ്ടോ, പണ്ടത്തെ ഇപ്പൊ കാണുക രസം ഉണ്ടാകുന്ന കേട്ടോ. പണ്ടത്തെ കിട്ടില്ല സാധനം ഉണ്ടായാലോ ഇവന്റെ. ഏതേത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതേതോ ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ. ഏതായിരുന്നു ഇവന്റെ ഏറ്റവും നല്ലത്? ഏതാടാ ഇവന്റെ ഏറ്റവും നല്ല ഏതായിരുന്നു? സായി പീഗിൾ ഗോഡൽ ബൂട്ട് ക്യാമ്പിൽ പോയി നീ ഊമ്പി. അടാ പോടാ പുണ്ടച്ച് മോനെ. ബൂട്ട് ക്യാമ്പ് പോയാ? അവിടെ അന്നെ കൂട്ടാണ്ട് പോലെ. ആ കാര്യം പറയാം. ഞാനും ഒരു ഗോഡലിന്റെ ഒരു മെമ്പറാണ്. എനിക്ക് ജസ്റ്റിസും ആണ്. ഞാൻ കാര്യം പറയാം. എന്നെ എല്ലാവരും അവോയ്ഡ് ചെയ്താ. എനിക്ക് ബാഹുബലി. ഓക്കെ. നമ്മുടെ യുദ്ധത്തിന് പോയ ആൾക്കാരൊക്കെ തിരിച്ചോടി വന്നു. ഇതന്നെ ഓട്ട മത്സരം. ഇവന്മാരെന്താ ഇവിടെ കിടന്നുറങ്ങണ? ഏതാണ്ട് തീരുമാനേ. എന്റെ പൊന്നു കുതിര ഇവിടെ അല്ല, അപ്പുറേ. ഒന്ന് അങ്ങോട്ട് തിരിയാമോ? ഈ പുറംതിരിഞ്ഞിരിക്കണ എന്തിനാ? ധീരന്മാരെ ഞൊണ്ടി എന്നാണാവോ വീട്ടിലെത്തണേ? ഇവനെന്നെ യുദ്ധത്തിന്റെ നടുക്ക് വെച്ച് കമ്മിറ്റി കൂടണ. അവന്റെ കോപ്പ് പറയാൻ കണ്ട സമയം. എന്താണ് മരണം? നല്ല ചോദ്യം. മിക്കവാറും ഇന്നറിയാം. മൂക്കി കൂടെ ശ്വാസം വന്നില്ലെങ്കിൽ അത് മരണം. എന്റെ കാല് പാടില്ലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ കാല് മടക്കി എന്റെ എവിടെയൊക്കെയാണ് അവ അമ്പ് തെറിച്ചേക്കണേ. നെഞ്ചിൽ കൈകൾ അമർത്തുമ്പോൾ ടപ്പ ടപ്പ ശബ്ദമില്ലെങ്കിൽ അത് മരണം. ഈ പോങ്ങനെയാണോ ഞാൻ ഇത്ര നാൾ വളർത്തിയേ? അയ്യോ, ഇതാണ് മരണം. കുതിരയുടെ മുകളിൽ സ്വന്തം നെഞ്ചിൽ അമ്പ് തെറിച്ചിട്ട് അത് നോക്കി നിൽക്കാതെ വന്ന് രക്ഷിക്കടാ. സൗകര്യമില്ല. കൊള്ളാടാ. എല്ലാരും ഇങ്ങനെയാണ് ചെയ്യണോട്ടോ. മനുഷ്യനിവിടെ ചാവറായി. ഇപ്പൊ അവന്റെ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്മാരെ നിങ്ങൾക്കോടാം. കാരണം ഞാനല്ലേ പെട്ടിരിക്കണേ. ഇത്രയും പേരുണ്ടായിട്ട് എന്റെ അടുത്തിട്ട് വന്നെ കൊല്ലാൻ. ശവം പോടാ. ദൈവമേ കാത്തോളണേ. ഇപ്പൊ എന്റെ കൈ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ കണ്ണടിച്ചു പോയനെ. അവിടെ നിക്കട, അവിടെ പൊക്കിക്കോ. ഇത്ര ആളുണ്ടായിട്ട് എന്റെ അടുത്തിട്ട് വന്നെ എന്തിനാ? അവന്റെ എടാ, എന്റെ അടുത്തിട്ട് വന്നവരൊക്കെ റൂട്ട് മാറ്റി വിട് പ്ലീസ്. സൂപ്പർമാൻ പഞ്ച്. ജയ് മഹേഷ് ബാബു. അയ്യോ, ഞാനും കൂടി പൊങ്ങിപ്പോയിനല്ല. ഇവന്മാര് കണ്ണു കെട്ടാതിരിക്കാൻ വേണ്ടി കോലം വെച്ച അവിടെ. ജയ് മഹേഷ് മതി. ഇവിടെ ഫാസ്റ്റ് ട്രാക്ക് ഉള്ളവർക്ക് പ്രവേശനമുള്ളൂ. പൊക്കോ. ആ നമ്മുടെ ആളായിരുന്ന. ധീരന്മാരെ ഗെറ്റ് ഔട്ട്. എന്ന് വെച്ചാ കൂടെ വരാൻ. കട്ടപ്പ വെട്ടറാ. കട്ടപ്പ എന്റെ ടച്ച് ചെയ്ത് പൊക്കോട്ടെ എല്ലാരും. ഞാൻ കുന്തമൊക്കെ പിടിച്ചിട്ടുണ്ട്. കുതിര തമ്മിൽ കൂട്ടിയിടിക്കരുതട്ടാ. എന്നാ തിരക്ക. മാറി ശോശോ മാറിക്കട. പണ്ട് കാണുമ്പോ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ പോയല്ലേ കാര്യം പറയാം. പണ്ടാണ് നല്ല രസമായിരുന്നു കാര്യം മൊത്തം. ഇപ്പൊ പോയാ അത് അടാ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. അത് പോയാ നഷ്ടമായി കാര്യം പറയില്ല. നഷ്ടമായി.